പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാനാവാതെ ആ വീടിനുള്ളിൽ മനസ്സിൽ നീറുകയാണ് വേദ. എല്ലാവരെയും തന്നിൽ നിന്നും അകറ്റി ആ വീടിന്റെ പടിയിറങ്ങാൻ വേദ മനസ്സുകൊണ്ട് തന്നെ തീരുമാനിക്കുന്നുണ്ട്. എങ്കിലും വിക്രമിന് തന്നോടുള്ള സ്നേഹവും ഇഷ്ടവും എത്രമാത്രമാണെന്ന് വേദ തിരിച്ചറിയുന്നുണ്ട്. വിക്രത്തെ പിരിയാനാവാതെ നെഞ്ചു നീറുന്ന നേരത്താണ് കമലമ്മ വേദയുടെ അരികിലേക്ക് വരുന്നത്. വേദയെ കണ്ട് കമലമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, മോൾക്ക് എന്താ പറ്റിയത്? 2-3 ദിവസമായി മോൾക്ക് നല്ലൊരു മാറ്റമുണ്ടെന്ന് ശ്രീജ പറഞ്ഞത് സത്യമാണോ മോളെ? മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അന്നേരം വേദ പെട്ടെന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകൊണ്ട് തന്നെ കമലയെ നോക്കി പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല അമ്മേ, അതവർക്ക് വെറുതെ തോന്നുന്നതാ. അച്ഛനെ കാണാതായതിൻ്റെ ടെൻഷൻ അമ്മയെപ്പോലെ തന്നെ എനിക്കുമുണ്ടല്ലോ. ഈ വീടിൻ്റെ അവസ്ഥയും കളിയും ചിരിയും ഒന്നുമില്ലാത്ത വീടായില്ലേ ഇത്? അപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല മോളെ. മോള് നോക്കിക്കോ, എത്രയും പെട്ടെന്ന് തന്നെ മാഷ് ഇങ്ങോട്ടേക്ക് തിരികെ എത്തും. ഭഗവാന്റെ മുന്നിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചതാ മാഷ് എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരികെ വരുമെന്ന്. ഇതിൻ്റെ സന്തോഷം നിന്റെ മുഖത്ത് കാണാനില്ലല്ലോ. കമല സന്തോഷത്തോടെ വേദയോട് പറഞ്ഞു. ഇത് കേട്ട് ഉള്ള നീറിക്കൊണ്ട് പുറമേ ചിരിച്ചുകൊണ്ട് തന്നെ വേദ പറയുന്നുണ്ട്, അമ്മേ, അമ്മ പറഞ്ഞത് സത്യമാണ്. അച്ഛൻ തിരികെ വരും, എത്രയും പെട്ടെന്ന് തന്നെ. അപ്പോൾ കമല അവിടെ നിന്നും പോകുന്നുണ്ട്. മോൾക്ക് ഞാൻ ചായ എടുക്കാം, മോൾ ഡ്രസ്സൊക്കെ മാറി കുളിച്ചിട്ട് വാ എന്ന് പറയും. അന്നേരം വേദ അവിടെ ഇരുന്നിങ്ങനെ പൊട്ടി പൊട്ടി കരയാണ്. അച്ഛനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് താൻ ചെയ്ത ത്യാഗമൊന്നും തന്നെ ഈ വീട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ. ഏതായാലും തൻ്റെ വിക്രമിനെ തനിക്ക് നഷ്ടപ്പെടാൻ പോവാണ് എന്നൊക്കെ ചിന്തിച്ചു കൊടുത്തതിന് വേദക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. ഇതേ സമയത്തിന് ശ്രീകാന്ത് ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ശ്രീകാന്ത് നേരെ ചന്ദ്രശേഖരനെ വിളിച്ച് പറയുന്നുണ്ട്, അച്ഛാ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ സക്സസ് ആയി. ഇനി നമ്മുടെ കളിയാണ്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വേദ തിരികെ അവനെ ഉപേക്ഷിച്ച് പഴയ വേദയായി തിരികെ വരുന്നതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ മാഷിനെ നീ അങ്ങ് വിട്ടേക്ക്. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ അച്ഛാ, നാളെ രാവിലെ തന്നെ അയാൾ അയാളുടെ വീട്ടിലെത്തിയിരിക്കും. വേദ തിരികെ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും. ഇതിനു വേണ്ടിയിട്ട് ഡിവോഴ്സ് നോട്ടിൽ ഒപ്പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കേട്ട് ചന്ദ്രശേഖരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ മോനെ, അതേതായാലും നന്നായി. എന്നാ നീ വെച്ചോ, നമുക്ക് നേരിട്ട് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് തന്നെ ഫോണ് കട്ടിയാണ്. ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതേ സമയത്തിന് രാത്രി ഒട്ടും ഉറക്കം പോലും വരുന്നില്ലട്ടോ വേദക്ക്. രാത്രി ഉറങ്ങാനാവാതെ വേദ വിഷമിച്ചിരിക്കുന്നുണ്ട്. വിക്രത്തിൻ്റെ മുറിയിലേക്കൊന്നും വേദ പോകുന്നില്ല. വേദ വരുന്നത് കാത്ത് വിക്രം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എല്ലാം ഉപേക്ഷിച്ച് വിക്രത്തിനെ മറന്നു പോവാൻ കഴിയാത്തതിൻ്റെ വിഷമം സഹിക്കാനാവാതെ വേദ കരഞ്ഞുകൊണ്ട് തന്നെ ആ ഇരുണ്ട മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. അന്നേരം വിക്രമും വേദയുടെ മാറ്റം തൻ്റെ ഉള്ളിൽ ഒരു നീറ്റിലായി തന്നെ അനുഭവിക്കാൻ തുടങ്ങി. തന്നെ വിട്ട് വേദ തിരികെ പോകാനാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന ചിന്ത വിക്രമിൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. വേദയെ പിരിയാനാവാതെ, വേദയോട് സംസാരിക്കാനാവാതെ വിക്രം ഒരുപാടധികം വിഷമിക്കുന്നുണ്ട്. എന്താണ് വേദയ്ക്ക് പറ്റിയത് എന്നറിയാതെ വിക്രമും ഉറങ്ങാതെ വേദയെ തന്നെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് ആ രാത്രി 2 പേർക്കും തന്നെ ഉറങ്ങാൻ കഴിഞ്ഞില്ല. 2 മുറിക്കുള്ളിലായിട്ട് തന്നെ 2 പേരും ഒരേ മനസ്സുമായി പരസ്പരം പിരിയാൻ പറ്റില്ലെന്ന് 2 പേരും തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. പിറ്റേന്ന് രാവിലെ നേരം പുലർന്നപ്പോൾ തന്നെ മാഷിനെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ വീടിൻ്റെ മുറ്റത്തേക്ക് കൊണ്ട് കിടത്തിയിടുന്നുണ്ട്. ആരും കാണാതെ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോവാണ്. അന്നേരം ശ്രീജ രാവിലെ മുറ്റത്തേക്ക് വാതിൽ തുറന്നു വരുമ്പോൾ മാഷ് അവിടെ മുറ്റത്ത് നിലത്ത് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അന്നേരം ശ്രീജ ഓടിപ്പോയി അച്ഛാ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അമ്മേ, ഒന്ന് ഓടിവായോ, വാ വിക്രം, ദേ അച്ഛൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശ്രീജയെടുത്ത് നിലവിളിക്കാൻ തുടങ്ങും. ഇത് കേട്ടതും വിക്രമും വേദയും ഓടിച്ചെന്നങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം മാഷിനെ കണ്ട് കമലമ്മ ഓടി ചെല്ലുന്നു. കരഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, മാഷേ, ഇതെന്തൊരു കിടപ്പാ, എന്താ മാഷിന് പറ്റിയത്? മാഷ് എങ്ങനെ ഇവിടെ വന്നു എന്നൊക്കെ ചോദിക്കും. ബോധമില്ലാതെ കിടക്കുന്ന മാഷിനെ കണ്ട് കമലമ്മ ഒത്തിരി അധികം പേടിക്കുന്നുണ്ട്. അന്നേരം വിക്രം പറയുന്നുണ്ട്, അമ്മേ, അച്ഛനൊന്നുമില്ല, വിശ്വേട്ടാ ഇച്ചിരി ഒന്ന് പിടിക്കുക എന്ന് പറയും. അന്നേരം എല്ലാവരും ചേർന്ന് കൂടെ തന്നെ സുധാകര മാഷിനെ പിടിച്ചു നേരെ ആ ഒരു സിറ്റൗട്ടിൻ്റെ കൈവേലിയിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അന്നേരം കമലമ്മ മാഷേന്ന് വിളിക്കുമ്പോൾ ഒന്നും പ്രതികരിക്കാനാവാതെ ഒട്ടും ബോധമില്ലാതെ കിടക്കുന്ന മാഷിനെ നോക്കി കമലമ്മ കരഞ്ഞുകൊണ്ട് തന്നെ വിക്രമിനോട് ചോദിക്കാണ്, എന്താ മോനെ ഇത്, എന്താ മാഷിന് പറ്റിയത് എന്നൊക്കെ ചോദിക്കും. അന്നേരം വിക്രം പറയുന്നുണ്ട്, ഒന്നുമില്ല അമ്മേ, അമ്മ പേടിക്കൊന്നും വേണ്ട, അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അന്നേരം വേദ നോക്കുന്നുണ്ട്. വേദ നോക്കിയിട്ട് പറയാണ്, അച്ഛൻ്റെ ദേഹമൊക്കെ ആകെ തണുത്തിരിക്കുവാണ്. അന്നേരം പെട്ടെന്ന് എല്ലാവരും ദേഹം ചൂട് പിടിപ്പിക്കുന്നുണ്ട്. അന്നേരം ചെറുതായി മാഷ് പയ്യെ പയ്യെ ഇങ്ങനെ കണ്ണ് തുറക്കുകയാണ്. സംസാരിക്കാൻ പോലും ആവാതെ എല്ലാവരെയും നോക്കി നിൽക്കുന്നുണ്ട് സുധാകര മാഷ്. അന്നേരം വിക്രം പറയുന്നുണ്ട്,
പെട്ടെന്ന് തന്നെ നമുക്ക് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാമെന്ന് പറയും. അങ്ങനെ എല്ലാവരും ചേർന്ന് സുധാകര മാഷിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. മാഷിനെ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും മതിമറന്ന് നിൽക്കുമ്പോൾ വേദയുടെ ഉള്ളിൽ മാത്രം ഒരു നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. ഇനി തനിക്ക് ആ വീട്ടിൽ താമസിക്കാനാവില്ല, ഒരിക്കലും വിക്രമിൻ്റെ കൂടെ ജീവിക്കാനാവില്ല എന്ന സത്യം വേദ മനസ്സിലാക്കി കഴിഞ്ഞു. തൻ്റെ അവസാനത്തെ ദിവസമാണോ ഇന്ന് ഈ വീട്ടിലെന്ന് വേദ ചിന്തിച്ചു. അപ്പോഴേക്കും എല്ലാവരും ചേർന്ന് സുധാകര മാഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. വേദയും കൂടെ പോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഡോക്ടർ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇയാൾക്ക് ഒരു കുഴപ്പവുമില്ല, ശരീരത്തിൽ അമിതമായി മരുന്ന് ചെന്നിട്ടുണ്ട്, അത് മയക്കുമരുന്നാണ്, അതാണ് ബോധമില്ലാതായത്. മരുന്നും ഡ്രിപ്പും ഒക്കെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അയാൾ നോർമലാവും. നിങ്ങളാരും പേടിക്കാനൊന്നുമില്ല, ബിപിയും ഓക്സിജൻ ലെവലും എല്ലാം തന്നെ നോർമലാണ്, ഇന്ന് തന്നെ ഡിസ്ചാർജായി വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. ഇത് കേട്ടതോടുകൂടെ തന്നെ കമലത്തിനും വിക്രമയും വേദക്കും അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അന്നേരം നന്ദിനി ദേഷ്യത്തോടെ നിൽക്കാണ്. ഒരിക്കലും വരില്ല എന്ന് സന്തോഷിച്ചിരുന്ന നന്ദിനി മാഷിനെ കണ്ട് ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്. എന്തിന് തിരികെ വന്നു എന്ന മനസ്സോടു കൂടിയായിരിക്കട്ടെ നന്ദിനിയുടെ നോട്ടം. അന്നേരം വേദയുടെ ഫോണിലേക്ക് ശ്രീകാന്ത് വിളിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാണ്. ശ്രീകാന്ത് പറയുന്നുണ്ട്, വേദ, നീ പറഞ്ഞതുപോലെ തന്നെ വിക്രമിൻ്റെ അച്ഛനെ ഞങ്ങൾ വിട്ടയച്ചു. അയാൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ സുഖമായി തന്നെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും സന്തോഷമായി കാണില്ലേ? ഇനിയാണ് എൻ്റെ കളി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നീ ആ വീടിൻ്റെ പടിയിറങ്ങണം. ഇപ്പം തന്നെ നീ അവിടെ നിന്നും പടിയിറങ്ങണം. ഇനി നടക്കാൻ പോകുന്നത് എൻ്റെ ഗെയിമാണ്, കടക്കളി. നീ പറഞ്ഞ കാര്യം ഞങ്ങൾ ചെയ്തു, ഇനി ഞങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ നീ ചെയ്യണം. അന്നേരം വേദ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഹോസ്പിറ്റലാണ് ശ്രീയേട്ടാ, വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറയും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്നും പറയാണ്. അന്നേരം ശ്രീകാന്തിന് ദേഷ്യം വരികയാണ്. ശ്രീകാന്ത് പറയുന്നത്, ആ ശരി, കുറച്ച് സമയം കൂടി നീ അയാളുടെ കൂടെ തന്നെ ഇരിക്ക്, എല്ലാം ഉപേക്ഷിച്ച് തിരികെ വരേണ്ടതല്ലേ, പിന്നെ ഞാൻ പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും പറഞ്ഞ് ശ്രീകാന്ത് പെട്ടെന്ന് തന്നെ ഫോണ് കട്ടിയാണ്. അന്നേരം വിക്രം വേദയുടെ അരികിലേക്ക് വന്നു. വിക്രമിനെ കണ്ടതും വേദ ദേഷ്യത്തോടു കൂടെ തന്നെ നോക്കുകയാണ്. വിക്രത്തിനെ മൈൻഡ് ചെയ്യാതെ പോവാൻ നേരം വിക്രം പറയുന്നുണ്ട്, നീയും ഞാനും ആഗ്രഹിച്ചതുപോലെ തന്നെ ഇപ്പതേ നമ്മുടെ അച്ഛൻ തിരികെ എത്തി, എനിക്കൊത്തിരി സന്തോഷമായി വേദ. ഇത് കേട്ടിട്ടും വേദയുടെ മുഖത്ത് തന്നോടുള്ള ഭാവത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് വിക്രമിന് തോന്നി. ഇത് കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ വേദ, എന്താ നിനക്ക് പറ്റിയത്, എന്താ എന്നിൽ നിന്നും അകലാൻ നീ ഇങ്ങനെ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കും. നീ കാണിക്കുന്നതൊക്കെ വെറും ഡ്രാമയാണ്, നിന്റെ മനസ്സ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നിന്റെ മനസ്സ് ഒരുപാടധികം വേദനിക്കുന്നുണ്ട്. പുറമേ നീ എന്നോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ആ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് വേദ. എന്താ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും നീ എന്നോട് തുറന്നു പറയേ, എന്നാലല്ലേ അതിന് എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എല്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവന്ന് വെച്ചാൽ എങ്ങനെ അതിങ്ങനെ നീറി മനസ്സിലിട്ടിട്ട് എന്താ കാര്യം? ഇത് കേട്ടതോടുകൂടി തന്നെ വേദ പറഞ്ഞു, ആര് പറഞ്ഞു എനിക്ക് വിഷമമുണ്ടെന്ന്? അതെ, എനിക്കൊരു വിഷമവുമില്ല. അച്ഛൻ തിരികെ എത്തിയില്ലേ, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അത് സന്തോഷം തന്നെയാണ്. പിന്നെ എൻ്റെ ഉള്ളിൽ പരിശോധിക്കാനൊന്നും നിങ്ങൾ വരണ്ട. പലപ്പോഴും നിങ്ങളെന്നെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിച്ചതല്ലേ, അപ്പോഴൊക്കെ പോകാതെ നിന്നതാ ഞാൻ. ഇപ്പം ഞാനിതാ പോകുന്നു. എന്താ ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷിക്കല്ലേ വേണ്ടത്? പിന്നെ നിങ്ങളെ ഉപദേശിക്കാനും നിങ്ങളെ നേർവഴിക്ക് നടത്താനും നിങ്ങളെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ വരില്ലല്ലോ. അന്നേരം വിക്രമിനൊരു ഞെട്ടലായിരിക്കും. വിക്രം ചോദിക്കുന്നത്, അപ്പോൾ നീ അത് തീരുമാനിച്ചു കഴിഞ്ഞോ? തിരികെ നിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം അത് നീ സീരിയസ് ആയിട്ടാണോ പറഞ്ഞത്? വിക്രം വിഷമത്തോടെ ചോദിച്ചു. അന്നേരം വേദ പറയുന്നുണ്ട്, ആണെങ്കിൽ തന്നെ ഞാൻ ചിലപ്പോൾ പോകും. എന്നെ തടയാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ പറഞ്ഞത് എനിക്കിപ്പോൾ വേണമെങ്കിലും തിരികെ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്നല്ലേ, നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ തടയില്ല എന്ന്. അന്നേരം വിക്രം ഒന്നും തന്നെ മിണ്ടാതെ വേദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇത്രയും പറഞ്ഞിട്ട് വേദ മാഷിൻ്റെ അരികിലേക്ക് പോവും. അന്നേരം വിക്രം അങ്ങോട്ടേക്ക് പുറകെ ചെല്ലുന്നുണ്ട്. മാഷിന് ബോധം വന്നു. കമല മാഷിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മാഷേ, എന്താ പറ്റിയത്? മാഷ് എന്താ ആരോടും ഒന്നും പറയാതെ എങ്ങോട്ടേക്കാ പോയത് എന്നൊക്കെ ചോദിക്കും. ഇത്രയും ദിവസം മാഷ് എവിടെയായിരുന്നു? അന്നേരം വേദയും വിക്രമും മാഷിൻ്റെ അരികിലേക്ക് വരും. മാഷ് അന്നേരം അവരെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങിയത് ശരി തന്നെയാണ്, പക്ഷേ അന്നേരം നന്ദിനി പേടിച്ചു വിറച്ച് നിൽക്കും. വിനായകൻ്റെ കാര്യം മാഷ് പറയുമോ എന്ന് പേടിച്ചുകൊണ്ടായിരിക്കട്ടോ നന്ദിനി മാഷ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അവിടെ എങ്ങനെ പേടിച്ചു വിറച്ച് കാതോർത്തു നിൽക്കുന്നത്. മാഷ് പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടത്തോടെയല്ല ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയത്, അതെന്തിനാണെന്ന് തൽക്കാലം നിങ്ങളാരും അറിയണ്ട. അന്നേരം വിക്രമും വേദയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട്. അന്നേരം കമല പറയുന്നുണ്ട്, പറ മാഷേ, എന്താ സംഭവിച്ചത്? ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോവാൻ മാത്രം എന്ത് വിഷമമാണ് മാഷിനുണ്ടായത്? വിക്രം ഉടനെ പറഞ്ഞു, വേണ്ടമ്മേ, അച്ഛൻ ഇപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, കൂടുതലൊന്നും ചോദിച്ചിട്ട് അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട, അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട. അന്നേരം മാഷ് വിക്രത്തിനെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കി. അന്നേരം വേദ ചോദിച്ചു, എന്താച്ചാ, എന്താ പറ്റിയത്? അപ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്നെ ഒരു വണ്ടി കൊണ്ടു നിർത്തി അതിലേക്ക് കയറ്റി കൊണ്ടുപോയി, പിന്നെ ഒന്നും തന്നെ എനിക്ക് ഓർമ്മയില്ല, ആരുടെയും മുഖവും എനിക്ക് ഓർമ്മയില്ല.
ഇത് കേട്ട് വിക്രം അച്ഛനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ സാബു വരികയാണ്. മാഷിൻ്റെ മൊഴിയെടുക്കാനായിട്ടായിരിക്കും വരുന്നത്. മാഷിൻ്റെ അരികിലേക്ക് പോയിട്ട് ഇൻസ്പെക്ടർ സാബു മാഷിനോട് ചോദിക്കുന്നുണ്ട്. മാഷ് പറയും, എനിക്കൊന്നും ഓർമ്മയില്ല സർ, ആരെല്ലാമോ ചേർന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി ഒരു വാനിൽ കയറ്റി കൊണ്ടുപോയതാണ്. അന്നേരം സാബു ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന ആൾ പുറത്തേക്ക് പോയത് എന്ന്. അന്നേരം മാഷ് ഒന്നും തന്നെ മിണ്ടുന്നില്ല. സാബു പറഞ്ഞു, എന്നിട്ട് എന്താ സംഭവിച്ചത്? അന്നേരം മാഷ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ സർ, എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. ആരോ എന്നെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി കിടത്തിയതാണ്, അതും ഞാൻ അറിഞ്ഞിട്ടില്ല. അന്നേരം വിക്രം പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അച്ഛൻ അന്നേരം ബോധമില്ലായിരുന്നു. അവർ മയക്കുമരുന്ന് ശരീരത്തിൽ കുത്തിവെച്ചിട്ട് ഒട്ടും ബോധമില്ലാതെ അച്ഛനെ വീട്ടുമുറ്റത്ത് കൊണ്ടുപോയി കിടത്തുമായിരുന്നു എന്ന് പറയും. അതാ അച്ഛനൊന്നും ഓർമ്മയില്ലാത്തത്. ഇനി സാറ് വെറുതെ അച്ഛനെ കൂടുതലൊന്നും ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ട, അച്ഛൻ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കല്ലേ സാർ എന്നൊക്കെ പറയട്ടെ വിക്രം. എന്നാൽ ഇത് കേട്ടതോടുകൂടി തന്നെ, വിക്രമിൻ്റെ വാക്ക് കേട്ടതോടുകൂടി തന്നെ ഇൻസ്പെക്ടർ സാബുവിന് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ സാബു ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ വിക്രമിനെ ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ. അങ്ങനെ പോലീസ് മൊഴിയെല്ലാം എടുത്തതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയ മാഷിനെ എല്ലാവരും കൂടി അകത്തേക്ക് കൊണ്ടുപോയി. വേദയുടെ മനസ്സിൽ പക്ഷേ ശ്രീകാന്തിൻ്റെ വാക്കുകൾ ഒരു തീയായി തന്നെ എരിയുന്നുണ്ടായിരുന്നു. താൻ ഉടനെ തന്നെ ഈ വീടിൻ്റെ പടിയിറങ്ങിയില്ല എങ്കിൽ അയാൾ വീണ്ടും അച്ഛനെ അപായപ്പെടുത്തുമോ എന്ന പേടി അവളെ വേട്ടയാടി. അന്ന് ആ രാത്രി വിക്രം വേദയുടെ അരികിലേക്ക് ചെന്നിരുന്ന് മെല്ലെ തോളത്തിലങ്ങ് കൈവച്ചു. വേദ, ഇനിയെങ്കിലും നിന്റെ മനസ്സിലുള്ളത് എന്നോടൊന്ന് തുറന്നു പറഞ്ഞൂടെ? അച്ഛൻ സുരക്ഷിതനായിട്ട് ഇവിടെ തിരിച്ചെത്തിയില്ലേ, ഇനി നീ എന്തിനാ ഇങ്ങനെ എന്നെ വേദനിപ്പിക്കുന്നത് എന്ന് വിക്രം വിതുമ്പലോടെ ചോദിച്ചു. പക്ഷേ വേദ തൻ്റെ ഉള്ളിലെ സ്നേഹം കടിച്ചമർത്തി പിടിച്ചുകൊണ്ട് തന്നെ കടുപ്പത്തിൽ തന്നെ മറുപടി പറഞ്ഞു. എനിക്കിനി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ആഗ്രഹമില്ല വിക്രം, എനിക്ക് മടുത്തു. ഞാൻ നാളെ രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. പിറ്റേന്ന് രാവിലെ തന്നെ ആ വീടൊക്കെ മൂകമായൊരവസ്ഥയിലായിരുന്നു. വേദ തൻ്റെ ബാഗുമായി താഴേക്ക് വരുമ്പോൾ കമലയും മാഷും ഞെട്ടലോട് കൂടെ തന്നെ അവളെ നോക്കി. വിക്രം ഒന്നും മിണ്ടാതെ തളർന്നിരിക്കുകയായിരുന്നു. മോളെ, നീ എങ്ങോട്ടേക്കായി പോകുന്നത്? മാഷിന് ബോധം വന്നതേയുള്ളൂ. ഈ നേരത്താണോ നീ ഞങ്ങളെയൊക്കെ വിട്ടു പോകുന്നത് എന്ന് കമലമ്മ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. പക്ഷേ വേദ ആരെയും നോക്കാതെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങി. എന്നാൽ പടിവാതിൽക്കൽ അവളെ കാത്ത് നന്ദിനിയും വിനായകനും നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദിനിയുടെ മുഖത്ത് ഒരു വിജയുടെ ഭാവമായിരുന്നു. നീ പടിയിറങ്ങുന്നത് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇത്ര കാലം കാത്തു നിന്നത്. ഈ വീടിൻ്റെ ഐശ്വര്യം നീയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. അത് നീ ഇന്ന് തന്നെ പടിയിറങ്ങാണ്, നന്ദിനി പരിഹാസത്തോടെ പറഞ്ഞു. വേദ നേരെ ഒരു വണ്ടിയിൽ കയറിയിട്ട് പോകുന്നത് നോക്കി വിക്രം ഒരു പ്രതിമയെപ്പോലെ അവിടെ നോക്കി നിന്നു. വേദ നേരെ പോയത് ശ്രീകാന്തിൻ്റെ അടുത്തേക്കായിരുന്നു. അവളെ കണ്ടതോടുകൂടി തന്നെ അയാൾ അങ്ങ് പൊട്ടിച്ചിരിച്ചു. ഇതാണ് ബുദ്ധി, നീ ആ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാൽ മാത്രം മതി. വിക്രം നിന്റെ ജീവിതത്തിൽ നിന്നും ഇനി എന്നേക്കുമായി മാറും. അയാൾ പേപ്പറുകൾ നീട്ടി. വേദ പേന കയ്യിലെടുത്തു. പക്ഷേ ഒപ്പിടുന്നതിന് മുൻപേ തന്നെ അവളുടെ ഫോണിലേക്ക് പെട്ടെന്നൊരു മെസ്സേജ് വന്നു. അത് വിക്രമിൽ നിന്നുള്ള മെസ്സേജ് ആയിരുന്നു. മാഷിൻ്റെ മുറിയിൽ നിന്നും വേദയ്ക്ക് വേണ്ടി മാഷ് എഴുതി വെച്ച ഒരു കത്തായിരുന്നു വിക്രം ഫോട്ടോ എടുത്തിട്ട് അവൾക്ക് അയച്ചു കൊടുത്തത്. ആ കത്തിൽ മാഷ് ഇങ്ങനെ എഴുതിയിരുന്നു. മോളെ വേദ, എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അവർ നിന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും എനിക്കറിയാം. എൻ്റെ ജീവന് വേണ്ടിയിട്ട് നീ നിൻ്റെ ജീവിതം ഒരിക്കലും ബലി നൽകരുത്. വിക്രം നിന്നെ വിശ്വസിക്കുന്നു, നീ പോരാടണം. ഇത് വായിച്ചതോടുകൂടെ തന്നെ വേദയുടെ കണ്ണുകളിൽ നിന്നും പുതിയൊരു വെളിച്ചം വന്നു. അവൾ ആ ഒരു ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാതെ ശ്രീകാന്തിൻ്റെ മുഖത്തേക്ക് അതങ്ങ് വലിച്ചു കൊടുത്തു. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രീയേട്ടൻ്റെ ഭീഷണി ഭയന്നുകൊണ്ട് തന്നെ ഓടാൻ ഞാൻ ആ പഴയ വേദയൊന്നല്ല. അച്ഛൻ തിരിച്ചെത്തിയതോടുകൂടി തന്നെ എൻ്റെ കയ്യിലുള്ള അവസാന അടവും തീർന്നു. ഇനി ഞാൻ വിക്രമിൻ്റെ കൂടെ തന്നെ ജീവിക്കും, ആ വീടിൻ്റെ മരുമകളായി തന്നെ നിൽക്കും. തൻ്റെ കളികളൊന്നും ഇവിടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് വേദ ഗർജിച്ചുകൊണ്ട് അവിടെ നിന്നും പടിയിറങ്ങി. തിരികെ തറവാട്ടിലേക്ക് എത്തിയ വേദയെ വിക്രം ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. സത്യമെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ വിക്രമിൻ്റെയും കമലമ്മയുടെയും ഉള്ളിലുള്ള സങ്കടമെല്ലാം തന്നെ മാറി. ശ്രീജേട്ടത്തി ഓടി വന്ന് വേദയെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. മാഷിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച വിനായകനെയും നന്ദിയെയും ആ വീട്ടിൽ നിന്നും പുറത്താക്കാൻ തന്നെ ഒടുവിൽ മാഷ് തീരുമാനിച്ചു. അങ്ങനെ തറവാട്ടിൽ വീണ്ടും ഐശ്വര്യത്തിൻ്റെയൊക്കെ തിരി തെളിഞ്ഞു. വിക്രമും വേദയും കൈ കോർത്തുകൊണ്ട് തന്നെ മാഷിൻ്റെ അനുഗ്രഹം വാങ്ങി പുതിയൊരു ജീവിതം തുടങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.